ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. സോ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു അടിപൊളി എക്സ്പയറി മീൻസ് സൂപ്പർ വോളറ്റൈൽ ഡേ അല്ലേ? ബിക്കോസ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നല്ലൊരു ഫോള്, പിന്നെ റിവേഴ്സ്, പിന്നെ ഫോള്, ദെൻ സൂപ്പർ റിക്കവറി, ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തു, 22,200 വരെയും ബ്രേക്ക് ചെയ്തു, ഏകദേശം ഓൾ ടൈം ഹൈ വരെയും, നല്ല ലോയിൽ നിന്ന് ഓൾ ടൈം ഹൈ വരെയും പോകുന്നു. ഓപ്ഷൻ സെല്ലേഴ്സിന് അടുത്തോളം ഇന്നത്തെ മീൻസ് പ്രത്യേകിച്ച് അയൺ കൗണ്ടറൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഒരു ടഫ് ടാസ്ക് തന്നെയായിരുന്നു. ഈവൺ നമുക്കും ഒരു പ്രോഫിറ്റ് ഡേ ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ വൺസ് അതിന്റെ താഴെ ആയിരിക്കും ക്ലോസിങ് എന്നുള്ള അതിൽ മൊത്തം ഒരു നെഗറ്റീവ് ആയിരുന്നു ആ സമയത്ത് ഫുള്ള്. സോ അവിടെ നമ്മളൊരു ട്രേഡ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. മീൻസ് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് പോയാൽ നമ്മൾ ചെറിയ ലോസിൽ എക്സിറ്റ് ആകുക എന്നുള്ളതാണ്. അതൊരു ബിക്കോസ് അതും നല്ല ഒരു കാര്യം. നമ്മൾ ക്യാപിറ്റലിന് നമുക്ക് അഫക്റ്റ് ആവാത്ത രീതിയിൽ ചെറിയ ലോസിന്റെ ഇതിൽ -0.6% ആയിരുന്നു നമുക്ക് ആ ലോസ് ഉണ്ടായത് തന്നെ. ദെൻ അവിടെ നിന്ന് അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ഒരുപാട് ഒരു ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ട്രേഡറിന് വേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഒരു ട്രേഡ് നമ്മളൊരു വ്യൂ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ തെറ്റാം. അതൊരിക്കലും നമുക്ക് എന്താ പറയാ, നമുക്ക് ഫുൾ വ്യൂ നമുക്ക് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. സോ അപ്പോൾ നമ്മൾ വ്യൂ തെറ്റിക്കഴിഞ്ഞാൽ ആ വ്യൂവിന് പിന്നെ ഓപ്പോസിറ്റ് ട്രേഡിനൊക്കെ മുതിരാണ്ടിരിക്കുക, ദെൻ ഒരുപാട് ട്രേഡ് ഉണ്ടാക്കാണ്ടിരിക്കുക. ആൻഡ് വ്യൂസ് തെറ്റി ഓക്കെ, കൂൾ, നമുക്ക് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഉണ്ട്, സോ അതിനെ വെച്ചിട്ട് നോക്കാം. ആൻഡ് അവിടെ നിന്ന് നമുക്ക് റിവേഴ്സ് കിട്ടി. സ്റ്റാർട്ടിലായിരുന്നു 22,000 നല്ല രീതിയിൽ കോൾ ആൻഡ് പൊട്ടി ഈക്വലി ബിൽഡ് ആയിരുന്നു. വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റാലി ഏകദേശം ഷുവർ തന്നെയായിരുന്നു. ബട്ട് അതിന് ഒരു ട്രേഡിന് നിന്നില്ല എന്ന് മാത്രം. ആൻഡ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റാവുന്ന ചാൻസ്, ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഹീറോ സീറോ ഒക്കെ ശരിക്കും ഉപയോഗിക്കായിരുന്നു ട്രേഡിൽ. ആൻഡ് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്, ബിക്കോസ് അതിൻ്റെ ഒരു ടൈം കൂടി നോക്കണമല്ലോ. സോ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ആൻഡ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഒരുപാട് ട്രേഡ് കയറിയില്ലെങ്കിലും അങ്ങനത്തെ ഹീറോ സീറോ ട്രേഡൊക്കെ വരുമ്പോൾ ഒന്ന് മീൻസ് ശ്രദ്ധിച്ചാൽ നമുക്ക് അതൊക്കെ ചെയ്യാം. എനിവേ നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നല്ല ട്രേഡ്സിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വ്യൂസ് തെറ്റിയാൽ ഓപ്പോസിറ്റ് ട്രേഡിന് പോവാണ്ട് വ്യൂസിൽ ഇരിക്കുക. ആൻഡ് വൺസ് ഇതാണെങ്കിൽ നിങ്ങൾ അത് ബുക്ക് ചെയ്യുക. ആൻഡ് SL ആണെങ്കിൽ അത് ബുക്ക് ചെയ്യുക. ആൻഡ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. സോ അങ്ങനെ നമുക്ക് ഇന്നത്തെ നിഫ്റ്റി എക്സ്പയറി കഴിഞ്ഞേക്കാനാണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കാം. ആൻഡ് ഇതാണ് നിഫ്റ്റി. ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 22,100 നിയർ ആയിരുന്നു ഇന്നലെ. സെക്കൻഡ് ഓക്കെ, ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് മീൻസ് ഇവിടെ ആയിരുന്നു ഓപ്പണിങ്. ഇവിടുത്തെ ക്ലോസിങ് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ആൻഡ് അവിടെ തന്നെ ഓപ്പണിങ്ങും കിട്ടി. ദെൻ ഒരു ക്വിക്ക് ഫോൾ ആയിരുന്നു ഡിമാൻഡ് സോണിലേക്ക്. പിന്നെ ഒരു മീൻസ് ഒരു റിക്കവറിക്ക് ശ്രമിച്ചെങ്കിലും അവിടെ ഇത് നമ്മുടെ ചാനലിന്റെ മിഡിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു താഴേക്ക് വന്നു. ആൻഡ് ഡിമാൻഡ് സോണിൽ ബ്രേക്ക് ചെയ്തു. ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ഫോൾ താഴേക്ക് തന്നെയായിരുന്നു. ഇവിടെ നമുക്ക് 21,870 ലെവൽ, ഈ ലെവലാണ് നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. അവിടെ നിന്നൊരു ബാക്കപ്പിന് പിന്നെ നോക്കി, പിന്നെ അത് മൾട്ടിപ്പിൾ സപ്പോർട്ടായിട്ട് തന്നെ നിന്നു. ഈ ഡേ ലോ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ദെൻ സ്ലോലി ഡിമാൻഡ് സോണിലേക്ക് വന്നു. ഡിമാൻഡ് സോണിൽ നിന്ന് നമുക്ക് എങ്ങനെയും പ്രതീക്ഷിക്കാം. വൺസ് ഇവിടുന്ന് താഴേക്കും പ്രതീക്ഷിക്കാം, ഇവിടുന്ന് മേളിലേക്കും പ്രതീക്ഷിക്കാം. ബട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടായത് മേളിലേക്കാണെന്ന് മാത്രം. ആൻഡ് ഇവിടെ നിന്ന് താഴെയായിരുന്നു വൺസ് നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു. ബട്ട് നമുക്ക് ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇന്ന് ഉണ്ടായത്. ആൻഡ് നേരെ പോയി. ആൻഡ് ചാനലിലൊരു റീടെസ്റ്റ് പോലെ നടത്തി. ദെൻ പിന്നെയും നല്ല രീതിയിൽ മേളിലേക്ക് തന്നെ, ബിക്കോസ് അവിടെ അത്രയും 22,000 കോൾ ആൻഡ് പുട്ട് ബിൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാലി ഏകദേശം എന്താ പറയുക, നമുക്കൊരു ഷുവർ റാലി ആയിരുന്നു. ബിക്കോസ് വൺസ് ഇൻ എ ഇയർ ഒക്കെ കിട്ടാവുന്ന റാലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ആയിരുന്നു ഇന്നുണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നിഫ്റ്റി എക്സ്പയറി ഡേക്ക് സംഭവിച്ചത്. ബട്ട് ഓപ്ഷൻ സെല്ലേഴ്സ്, പ്രത്യേകിച്ച് അയൺ കൗണ്ടർ ചെയ്യുന്നവർ മെയിൻലി ട്രബിൾ ആവാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് എന്താ പറയുക, അപ്പോൾ ഇങ്ങനത്തെ ഡേയ്സ് ഒക്കെ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. 3x പോവാണ്ട് മാക്സിമം എന്താ പറയുക, ലെവലൊക്കെ ബ്രേക്ക് ചെയ്യണ കണ്ടാൽ മാക്സിമം എക്സിറ്റ് ചെയ്യാൻ നോക്കാം. ബിക്കോസ് ലോസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം.
ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും ഒരു ബുള്ളിഷ് കാണിച്ചില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ തന്നിട്ട് ദെൻ നിഫ്റ്റിനെ മാതിരി കംപ്ലീറ്റ് സോൺ ആയിരുന്നു. സോണിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. സോൺ വൺസ് ഒരു ബ്രേക്ക് ഔട്ട് പോലെ തന്നു, ബട്ട് ഫേക്ക് ഔട്ട് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് പിന്നെയും സോണിലേയും പോയി. അവിടെ നിന്ന് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് തന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയും പോയി. പിന്നെ സോണിൽ ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് ഒരു ഡേ ഹൈനോട് ക്ലോസ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി എന്നേക്കണത്. 47,000 സ്ട്രാഡിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. അപ്പോൾ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് അതാണ് പറയാനുള്ളത്. മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ നമുക്ക് നല്ലൊരു ഫോളും ഇന്ന് നമുക്ക് നല്ലൊരു റിക്കവറിയാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് ഡേ കാര്യങ്ങളൊക്കെ നമുക്ക് OA അനാലിസിസ് വെച്ചൊന്ന് നോക്കാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ OA ആണ്. ആൻഡ് കറന്റ് 22,200 തന്നെയാണ് സ്ട്രാഡൽ ഫോർമേഷൻ. സ്റ്റിൽ നമുക്ക് എന്താ പറയുക, ഒരു വീക്ക്നെസ് ആണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൾ ആൻഡ് സപ്പോർട്ട് ഒന്നും കാണുന്നില്ല. 22,500 ആൻഡ് 22,000 സപ്പോർട്ട്. അവിടെയും സ്റ്റിൽ കോള് അൺവൈൻഡിങ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ദെൻ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇനിയും റാലി ഉണ്ടാവുന്ന അർത്ഥം. PCR 0.8 ആണ്. ഇത്രയും റാലി ഉണ്ടായിട്ടും നമുക്ക് 0.8 ആണ് വന്നേക്കുന്നത്. സ്റ്റിൽ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് PCR ആയിട്ട് ഇപ്പോഴും നിന്നിട്ടില്ല. സോ അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 22,200 സ്ട്രാഡിലുണ്ട്, വിത്ത് റെസിസ്റ്റൻസ് ആണെന്ന് മാത്രം. ഞാൻ നിഫ്റ്റി 22,200 മേളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 22,200 സ്ട്രാഡിലുള്ളത്. 22,000 സ്ട്രാഡിലിന്റെ ബ്രേക്ക് ചെയ്തിട്ടാണ് 22,200 പോയേക്കുന്നത്. ആൻഡ് അവിടെ റെസിസ്റ്റൻസ് ആണ് അത് ഉണ്ടായത്. 22,000 ഇപ്പൊ മെയിൻലി സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം. ആൻഡ് 22,500 ആണ് ഇപ്പൊ കറന്റ്ലി റെസിസ്റ്റൻസ്. അവിടെ റെസിസ്റ്റൻസ് ചാനലിന്റെ ഹൈ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ആൻഡ് അപ്പോൾ അതാണ് ഒരു OA അനാലിസിസ് വെച്ചിട്ട് കറന്റ്ലി ഉള്ള ലെവൽസ് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 47 സ്ട്രാഡിലുണ്ട്. 47,500 റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നമുക്ക് പുട്ട് ബിൽഡിങ് കാണാം. ഇവിടെ സപ്പോർട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കോളും ബിൽഡിങ് കാണാം. അപ്പോൾ ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയും കൺഫ്യൂസ്ഡ് ലെവൽ തന്നെയാണ്. 0.8 ആണ് PCR. സ്റ്റിൽ ബുള്ളിഷ് PCR അല്ല. ആൻഡ് സ്ലൈറ്റ്ലി നെഗറ്റീവ് PCR ആണ് അവിടെയും ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 47,000 സ്ട്രാഡൽ ഫോർമേഷൻ ആണ് അവിടെയും ഉള്ളത്. ഓക്കെ, 47,000 സ്ട്രാഡൽ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവല് കാര്യങ്ങളായിട്ട് നോക്കുക. 46,500 സപ്പോർട്ട്, 47,500 റെസിസ്റ്റൻസ്. സോ അപ്പോൾ അതാണ് ഹോൾ മാർക്കറ്റിൽ നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ വെച്ച് നോക്കാം. FIDA ഡാറ്റ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് FAS സ്റ്റിൽ നമുക്ക് ഇന്നലെ നമുക്ക് എന്താ നല്ലൊരു ഫോൾ ഉണ്ടായത് നമ്മൾ പറഞ്ഞു. അവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കാൻ മാക്സിമം ചാൻസ് ഉണ്ട്. ട്രേഡ് നമ്മുടെ ഓപ്പോസിറ്റ് പോയി എന്ന് മാത്രം. സപ്പോർട്ട് തന്നെ ആയിരുന്നു നമുക്ക്. അബ്സല്യൂട്ട് സപ്പോർട്ട് തന്നെ നമുക്ക് FASന് വെച്ചിട്ട് കറക്റ്റ് ആയിരുന്നു. FAS നല്ല രീതിയിൽ കോളായിരുന്നു ഉണ്ടായത്. ദെൻ ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അത് ചെറിയൊരു ഓപ്പോസിറ്റ് കോൾ. അവിടെ അൺവൈൻഡിങ് ഫുള്ളായിട്ടില്ല. ആൻഡ് സ്റ്റിൽ പുട്ട് അവിടെ കുറച്ച് കയറി വന്നിട്ടുണ്ട് പുട്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം കുറച്ച് ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്റ്റിൽ ബിൽഡിങ് തന്നെയാണ്. ഇന്നലത്തെങ്ങാനും കുറച്ചും കൂടി അധികം ഇന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് അങ്ങനെയാണ്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ഇന്നലത്തെ മാതിരി തന്നെ കുറച്ചും കൂടി ഒരു നെഗറ്റിവിറ്റി കൂടിയിട്ടുണ്ട്. 81,000 കോള് വന്നിട്ടുണ്ട്. ബട്ട് 2.04 ലാഖിന്റെ പുട്ടും ആണ് ലോങ്ങിലേക്ക് നിൽക്കുന്നത്. ദെൻ ഇന്നലെ 1.33 ലാഖ് ആയിരുന്നു. ഇന്ന് അത് 2 ലാഖിലേക്ക് പുട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പുട്ട് ബിൽഡിംഗ് ആണ് കാണുന്നത്, പുട്ട് ലോങ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ചും കൂടി സെല്ലിങ് കുറഞ്ഞേക്കണാണ്. -34 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെല്ലിങ് കുറഞ്ഞു വരുന്നുണ്ട് ഓവറോള്. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രം ഒരു നെഗറ്റിവിറ്റി പുട്ട് സൈഡ് കാണാം. ആൻഡ് ബാക്കിയെല്ലാം നമുക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് എന്താ പറയാ നമുക്ക് നിൽക്കുന്നത്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ OAയിലാണെങ്കിലും ആൻഡ് നോർമൽ ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിലും ചെറിയ ഒരു പുട്ടിന്റെ ബിൽഡ് പുട്ടിന്റെ പുട്ട് വാങ്ങുന്ന എന്താ പറയാ പുട്ട് കോള് കോൾ റൈറ്റിംഗ് അല്ല,
ബിൽഡിംഗ് നമുക്ക് കുറച്ച് രണ്ട് സൈഡിലും കാണാം, കുറച്ച് ഹെവി ആയിട്ട് കാണാം. ആൻഡ് ഇനി പ്രോ നോക്കുകയാണെങ്കിൽ പ്രോ ഇന്ന് നമുക്ക് കുറച്ച് കോൾ ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് പുട്ട് അൺവൈൻഡിങ് പുട്ട് കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നത്. സോ അവിടെ നമുക്കൊരു ബുള്ളിഷ് കാണാം. ആൻഡ് സ്റ്റിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിംഗ് ആണ് കാണുന്നത്. ഇന്നലെ നമുക്ക് സെല്ലിംഗ് ഉണ്ടായിരുന്നു ആൻഡ് ഇന്നും നമുക്ക് സെല്ലിംഗ് തന്നെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിലും നമുക്ക് എന്താ പറയുക ലോങ് പുട്ടാണ് നിൽക്കുന്നത്, കോള് കുറച്ചേ ഉള്ളൂ. ആൻഡ് അവിടെയും നമുക്ക് നെഗറ്റീവ് ആണ് കാണുന്നത്. ഇവിടെ OA ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിലുള്ള സെല്ലിങ് കാണാം. മീൻസ് ഇവിടുന്ന് കുറഞ്ഞു വന്നു. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഒരു സെല്ലിംഗ് ഇന്നുണ്ടായിട്ടുണ്ട്. ഞാൻ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് FAS ആണെങ്കിൽ നേരെ സെല്ലിങ് കുറഞ്ഞ് ഏകദേശം -34 വരെയും അതും ആയിട്ടുണ്ട്. അപ്പൊ ഇനി അതിനുശേഷം എന്തുണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ലോങ് പിക്ചറും കൂടി നോക്കാം, ഒരു 4 hourന്റെ ടൈം ഫ്രെയിം വെച്ചൊന്നും കൂടി നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമ്മൾ ഇന്നത്തെ ടെലിഗ്രാം ചാനലിൽ നമ്മളത് കൊടുത്തു. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൽ കയറുന്നു. ഇവിടെ നമുക്ക് കാണാം വൺസ് നിഫ്റ്റി ഈ ബോക്സിൽ കയറി നമുക്ക് ഇവിടെ നിന്ന് സെൽ ഓഫ് ഉണ്ടായി. ആൻഡ് പിന്നെ അവിടെ നിന്ന് ചാനൽ ലോ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ നമുക്ക് പിന്നെ നമുക്ക് നല്ലൊരു സെൽ ഓഫ് ഉണ്ടായി. പിന്നെ ഇവിടെ നമുക്ക് ചാനൽ ബോക്സിലാണ്. ഈ ഒരു ബോക്സ് നമുക്ക് എന്താ പറയാ, ഈ ഒരു ബോക്സ് നമുക്ക് ഇപ്പോഴും ക്ലിയർ ചെയ്തിട്ട് പുറത്ത് വന്നിട്ടില്ല. മീൻസ് ഇവിടെ നമുക്ക് നല്ലൊരു ബൈയിങ് ഇതായിട്ട് കണ്ടിട്ടില്ല. സ്റ്റിൽ നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ മോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് മേളിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ നല്ലൊരു ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ഫോർവേഡ് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പിൻ ബാർ ടൈപ്പ് ക്യാൻഡിൽ വിത്ത് ഒരു ഹാമർ പോസിറ്റീവായിട്ട് ആൻഡ് പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വൺസ് ഇവിടെ ഇനിയും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ക്ലോസിംഗ് ക്യാൻഡിലും കൂടിയാണ്, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് ക്ലോസിംഗ് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന്റെ ഇവിടെ വന്നാൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി 220 to 500 നോക്കാവുന്നതാണ് ഈസിലി. ആൻഡ് അതോടൊപ്പം 22 ആ ചാനലിന്റെ ഹൈ ലെവലും കൂടി നോക്കാം. അപ്പോൾ ആ ബോക്സ് ഔട്ട് എങ്ങനെയാണ് എന്നുള്ളത് നാളെയാണ് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അറിയാൻ പറ്റുള്ളൂ. സെയിം തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ബോക്സ് കാണാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആ ഒരു ബോക്സ് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ശരിക്കും ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് ഒരു റിജക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് റിജക്ഷൻ ആൻഡ് അവിടെ വരുന്നു, റിജക്ഷൻ വരുന്നു, ഇവിടെ വരുന്നു, റിജക്ഷൻ വരുന്നു. ദെൻ ഇവിടെ നിന്ന് ഇപ്പൊ റിജക്ഷൻ ഉണ്ടായിട്ട് ആൻഡ് ഒരു ഫേക്ക് ഔട്ട് പോലെ ഉണ്ട്. ആൻഡ് ഇത് നമുക്ക് കൺഫേം ആണോ കാര്യങ്ങളൊക്കെ നാളെ അല്ലെങ്കിൽ നാളത്തെ മാർക്കറ്റ് വെച്ച് നോക്കാം. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് റിജക്ഷൻ ആണ്, ഒരു ക്ലോസിംഗ് ആണ് ഇവിടെ താഴെ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു റേഞ്ച് ബാങ്ക് നിഫ്റ്റി വീണ്ടും ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതല്ല, ഇവിടെ നമുക്ക് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ആണ് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ ഒരു ന്യൂ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മാർക്കറ്റിന്റെ സെറ്റപ്പ് ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് ലെവൽസ് എപ്പോഴും പറയുന്ന രീതിയിൽ തന്നെ ലെവൽസിനാണ് ഇമ്പോർട്ടൻസ്. ലെവൽസ് ബ്രേക്ക് ചെയ്താൽ നമുക്കത് കാണാനും കഴിഞ്ഞ് ലെവൽസ് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു റാലി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റി എക്സ്പയറി ഓപ്ഷൻ സെല്ലേഴ്സ് സ്റ്റിൽ സ്ട്രഗിൾ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലെവൽസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്യണം, എക്സിറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ആൻഡ് എല്ലാവരും അവരുടെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ സേഫ് ആക്കാനും സെക്യൂർ ആക്കാനും നോക്കുക. ക്യാപിറ്റൽ സേഫ് ആയതുകൊണ്ട് തന്നെ ട്രേഡിൽ കയറാനും നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.